വയനാട് മുള്ളൻകൊല്ലി പാടിച്ചെറിയിൽ വന്യജീവി ശല്യം വർദ്ധിച്ചതോടെ കൃഷിപ്പണിക്കായി തൊഴിലാളികളെ കിട്ടാതെ കർഷകർ. വന്യജീവികളെ ഭയന്ന് തൊഴിലാളികൾ കൃഷിയിടങ്ങളിൽ എത്താതെ മറ്റു തൊഴിലുകൾ തേടി പോകുന്നതായി കർഷകർ പറയുന്നു. മുൻപില്ലാത്ത വിധം ക്ഷീരകർഷകരും വന്യജീവി ശല്യം കാരണം ഏറെ ബുദ്ധിമുട്ടിലാണ്. വയനാട്ടിലെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം ഇന്നും കാർഷിക മേഖലയാണ്. ആയിരക്കണക്കിന് കർഷകരാണ് ചെറുതും വലുതുമായ വയനാട്ടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. ക്ഷീരമേഖലയിലും കർഷകർ സജീവമാണ്. എന്നാൽ വന്യജീവി ശല്യം കാരണം ദുരിതത്തിലാണ് ക്ഷീരകർഷകരും. വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ഒരു മേഖലയാണ് മുള്ളൻകൊല്ലി പഞ്ചായത്ത്. ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം കാലിത്തീറ്റയുടെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചതുകൊണ്ട് അവർക്ക് സ്വന്തം കൃഷിയിടത്തിലിറങ്ങി പശുവിന് പുല്ല് ചെത്തി ആ പശുവിന് പുല്ല് ചെത്താൻ സ്വന്തം കൃഷിയിടത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമായി. പകലുമൊക്കെ കടുവയുടെ ശല്യമുള്ളതുകൊണ്ട് കാപ്പിത്തോട്ടത്തിലേക്കും വന്യജീവി ശല്യം കാരണം തൊഴിലാളികൾ എത്താറില്ലെന്നും ലക്ഷക്കണക്കിന് രൂപയുടെ കാപ്പി നശിച്ചു പോയതായും കർഷകർ പറയുന്നു. കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി വിളവെടുക്കാൻ പറ്റാത്തത് മാത്രമല്ല, കൃഷിയിടങ്ങളിലേക്ക് പണിക്കാർ പോകാൻ തയ്യാറാകുന്നില്ല. പണിക്കാരെ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മേഖലയിൽ കാപ്പി പറിക്കേണ്ട സമയത്ത് മിക്ക കൃഷിയിടങ്ങളും കാപ്പി പഴുത്ത് കിടക്കുകയാണ്. ആളെ കിട്ടുന്നില്ല. 2-3 പേരും ഒന്നിച്ചല്ലാണ്ട് പോകാൻ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് കാവൽ നിൽക്കാൻ ആളില്ലെങ്കിൽ അവർ കാപ്പി പറിക്കാൻ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ ഈ മേഖലയിൽ കടന്നു പോകുന്നത്. വന്യജീവി ശല്യം പരിഹരിക്കാനായി അധികൃതരെ സമീപിച്ചെങ്കിലും പ്രയോജനമില്ലെന്നും അതിനാൽ തന്നെ സ്വന്തം ചിലവിൽ തോട്ടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കുവാനാണ് കർഷകരുടെ തീരുമാനം. ഞങ്ങൾ ഈ മേഖലയിലുള്ള കർഷകർ ഒരു സമിതി രൂപീകരിച്ച് ഞങ്ങൾ അതാത് കൃഷിയിടങ്ങളിൽ സ്വന്തം ചെലവിൽ ക്യാമറ വെച്ച് അത് വനം വകുപ്പിനെ ബോധ്യപ്പെടുത്തും. അതിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും അവർ കൂട് വെക്കാൻ കഴിയുമോ എന്നുള്ളത് പറയണം. വന്യജീവി ശല്യം കാർഷിക മേഖലയെ ബാധിച്ചതോടെ പ്രദേശത്തു നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ജനം, വയനാട്.